വൺ പീസിലെ എൽബാഫ് ഐലൻഡ് ബേസ് ചെയ്തിട്ട് ഒരുപാടധികം ഫാൻ തിയറീസ് ഉണ്ട്. അതിൽ തന്നെ ഡബിൾ ഫ്രൂട്ട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില തിയറീസ് ഉണ്ട്. നോർമലി എൽബാഫ് ജയൻസ് വലിയ പവേഴ്സും കറേജും ഒക്കെ ഉള്ളവരാണ്. അവർ നാച്ചുറൽ സ്ട്രെങ്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഡബിൾ ഫ്രൂട്ട് പവേഴ്സ് അവർ അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തിയറിയിൽ എൽബാഫ് ഐലൻഡിൽ ഡബിൾ ഫ്രൂട്ട് ഉണ്ടാവില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ആ ഒരു ഐലൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ആവാം. സോ അതുകൊണ്ട് തന്നെയാണ് ഡബിൾ ഫ്രൂട്ട് പവേഴ്സ് ആ ഒരു ഐലൻഡിലേക്ക് വരാത്തതെന്ന് ഈ ഒരു തിയറിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഷാങ്സ്, ലോക്കി, ജയൻ കിങ്സ്, സൺഗോഡ് നിക്ക, ജോയ് പോയി ഇവരെല്ലാം എൽബാഫിൽ കണക്ട് ചെയ്യുന്നു. സോ എൽബാഫ് ജസ്റ്റ് ഒരു ഐലൻഡ് മാത്രമല്ല, അതൊരു മിത്തിക്കൽ ഫീലുള്ള ഒരു ഡിവൈൻ പ്ലേസ് ആണെന്ന് ഒരുപാടധികം ഫാൻസ് വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൽബാഫിൽ ഡബിൾ ഫ്രൂട്ട്സ് ഇല്ലെന്ന് പറയുന്നത് ജസ്റ്റ് കോയിൻസിഡൻസ് അല്ല, അതിന് പിന്നിൽ വലിയ റീസൺസ് ഉണ്ടാകാം. മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വൺ പീസിന്റെ എൽബാഫ് ആർക്കിൽ ഈ പറഞ്ഞ തിയറികളിലെ ചില സത്യങ്ങളൊക്കെ പുറത്തു വരികയും അല്ലെങ്കിൽ ചില തിയറീസ് ഒക്കെ സത്യമാകാനും സാധ്യതയുണ്ട്. സോ എന്താണെങ്കിലും വൺ പീസിന്റെ ലാസ്റ്റ് സാഗയിലുള്ള ഈ ഒരു ആർക്ക് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇതുപോലെ എൽബാഫിനെയും ഡബിൾ ഫ്രൂട്ടിനെയും കണക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനര.